പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലെ 23-ഉം 24-ഉം അധ്യായങ്ങളാണ്. അധ്യായം 23, ദാവീദിന്റെ അന്ത്യവചസ്സുകൾ. ദാവീദിന്റെ അന്ത്യവചസ്സാണിത്. ജസ്സയുടെ പുത്രൻ ദാവീദ്, ദൈവം ഉയർത്തിയവൻ, യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ, ഇസ്രായേലിന്റെ മധുരഗായകൻ പ്രവചിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു. അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിന്റെ ഉന്നതശില എന്നോട് അരുൾ ചെയ്തിരിക്കുന്നു. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ, പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, ഭൂമിയിൽ പുല്ല് മുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട മുള്ളുപോലെയാകുന്നു. അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല. അത് നിശേഷം ചുട്ടുകളയും. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. ദാവീദിന്റെ വീരയോദ്ധാക്കൾ തസ്കെമോന്യനായ യോഷബ് ബാഷെബത്ത്. അവർ മൂവരിൽ പ്രധാനനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 പേരെ ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലെയാസർ. ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേല്യർ ഓടിപ്പോയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നുപോയി. കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത്. മൂന്നാമൻ ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്ത്യർ ലേഹിയിൽ ഒരുമിച്ചുകൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയൽ ഉണ്ടായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്ത്യരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബെത്ലഹേമിലും. ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു, ബെത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ചു കടന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സു വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവേ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. ആ 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അബിഷായ് 30 പേരുടെ തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട്
300 പേരെ കൊന്ന് 30 പേരുടെ ഇടയിൽ പേര് നേടി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായി തീർന്നു. എങ്കിലും അവൻ 3 പ്രശസ്തി നേടിയില്ല. കപ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബെനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മൊവാബ്യ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു. യഹോയാദായുടെ മകൻ ബെനായിയ ഇത് ചെയ്ത് 30 ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു. 30 പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും 3 എത്തിയില്ല. ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിന്റെ സഹോദരൻ അസഹേലായിരുന്നു 30 പേരിൽ ഒരുവൻ. ബത്ലഹേംകാരനായ ദോദോയുടെ മകൻ എൽഹാനാൻ, ഹരോദിലെ ഷമ്മായും എലീക്കയും, പെലേത്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയേസർ, ഹുഷാത്യനായ മെബുന്നായി, അഹോഹ്യനായ സൽമോൻ, നെത്തോഫായിലെ മഹരായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹേലബ്, ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറദോണിലെ ബനായിയ, ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദ്ദായി, അർബാക്യനായ അബിയാൽബോൻ, ബഹ്റൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാഹ്ബ. യാഷന്റെ പുത്രന്മാർ ജോനാഥൻ, ഹാരാറിലെ ഷെമ്മ, ഹാരാറിലെ ഷാറിന്റെ മകൻ അഹിയാം, മാക്കായിലെ അസബ്ബായിയുടെ മകൻ എലഫെലത്ത്, ഗിലോയിലെ അഹിത്തോഫെലിന്റെ മകൻ എലിയാം, കാർമലിലെ ഹെസ്രോ, അർബയിലെ പാരായി, സോബായിലെ നാദാന്റെ മകൻ ഇഗാൽ, ഗാദിലെ ബിനി, അമ്മോനിലെ സേലക്, സെരൂയയുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹറായി, ഇത്രായിലെ ഈരയും ഗാരബും, ഹിത്യനായ ഊറിയ. ആകെ 37 പേർ. അധ്യായം 24. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യത്തലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബേർശെബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക, എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ. പക്ഷേ അങ്ങേക്ക് ഇതിത്ര താല്പര്യം എന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി. അവർ ഗിലെയാദിലും ഹിത്യരുടെ ദേശമായ കാദശിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ട കെട്ടിയ ടൈർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നെഗവിലുള്ള ബേർശെബായിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറുസലേമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ
ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുൾ ചെയ്തു, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ, അതിലൊന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏതു വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലാകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബേർഷബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിന്റെ ദൂതൻ ജെറുസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാര ദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിന്റെ ദൂതൻ ജബൂസ്യനായ അരബ്നായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു. സംഹാര ദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്തു ദോഷം ചെയ്തു? എന്നെയും എൻ്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. അന്നു തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, ജബൂസ്യനായ അരബ്നായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക. ദാവീദ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരവ്ന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭു, ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരവ്ന ദാവീദിനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും ബലി അർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടിയും നുകങ്ങളും. രാജാവേ, അരവ്ന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരവ്നായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി. അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി.